ഹലോ, ഇന്ന് ഷീനിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ചെറിയ കുട്ടികൾക്ക്, അതായത് പ്രീ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് കളിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ്, പഠിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. എൻ്റെ മോനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു 1 മന്ത് ആയിട്ടുണ്ട്. ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നമുക്ക് കുട്ടികൾക്ക് ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പേഴ്സും പിന്നെ കുറച്ച് പസിൽസും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് ആണ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വരുന്നത് ഈ 2 ബുക്കാണ് കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് നമ്പേഴ്സ് അതുപോലെ തന്നെ ആൽഫബറ്റ്സ് ഒക്കെ ഇതിലിങ്ങനെ കറക്റ്റായിട്ട് ആരോ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് തന്നെ ആരുടെ ഹെൽപ്പില്ലാതെ തന്നെ നമുക്ക് ആരോ ബേസ് ചെയ്ത് ഇങ്ങനെ വരച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു തവണ എഴുതിയിട്ട് അത് ഇറേസ് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടെ 3 സ്കെച്ച് പെൻ വരുന്നുണ്ട്, പിന്നെ ഒരു സ്പോഞ്ചും വരുന്നുണ്ട്. നമ്മൾ ഇത് വെച്ച് എഴുതിയിട്ട് നമുക്കത് മാച്ച് കളയാൻ വേണ്ടി ഒരു സ്പോഞ്ചും തരുന്നുണ്ട് കേട്ടോ ഇവർ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് ഏത് നമ്പറാണോ വരുന്നത് അങ്ങനെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ആവും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമ്പേഴ്സും ആൽഫബറ്റ്സും ഒക്കെ കറക്റ്റ് വേയിൽ ഇതിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് വരച്ച് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. നമ്പേഴ്സും അതുപോലെ തന്നെ ആൽഫബറ്റ്സും ഒക്കെ എഴുതി പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിങ്ങനെ ഇറേസ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബുക്കിൽ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ പിക്ചർ വെച്ചിട്ട് സബ്സ്ട്രാക്ട് ചെയ്യും അതുപോലെ തന്നെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. ഇങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് പഠിക്കുന്നത് പോലെ കുട്ടികൾക്ക് തോന്നും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ബുക്കിൽ ആൽഫബറ്റ്സിൻ്റെ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ ഓരോ ലെറ്റേഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ബുക്കിൽ നമുക്ക് ഇങ്ങനെ കർവ് ഓരോ ഷേപ്സ് ആയിട്ട് നമുക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ് കേട്ടോ അടുത്തത് വരുന്നത്. അതിൽ ഷേപ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വഴി കണ്ടുപിടിക്കാനൊക്കെ പറയത്തില്ല. അപ്പം നമുക്ക് ഓരോ ലൈൻസും ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ആരോ ബേസ് ചെയ്ത് വരച്ച് പോകാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ബുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കാണിച്ച 2 ബുക്കും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കാര്യം നമുക്ക് റീയൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയത് കാര്യം നമുക്ക് നോർമൽ പേപ്പറിൽ നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് ഇങ്ങനെ എഴുതി കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു ബുക്കിൽ തന്നെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്ത് നമുക്ക് വീണ്ടും എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ 2 ബുക്കിന് വരുന്നത് 15 ദിർഹംസിന് താഴെയാണ് കേട്ടോ റേറ്റ് വരുന്നത്.
അടുത്ത് വരുന്ന ഈ ഒരു ബുക്കാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഈ ഒരു പെന്നുണ്ട്, പിന്നെ 3 റീഫിലറും തന്നിട്ടുണ്ട് കേട്ടോ അവർ. ഈ ഒരു പേന വെച്ച് നമുക്ക് ഈ ബുക്കിൽ എഴുതുമ്പോൾ ഇത് 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും എഴുതിയേക്കുന്നത് അങ്ങ് റൈസായി പോകും കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മാഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഓരോ ലെറ്റേഴ്സിൻ്റെയും ഓരോ വേർഡ്സുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എഴുതുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. കാര്യം ഇത് കുറച്ചൊന്ന് പ്രസ് ചെയ്താണ് കേട്ടോ എഴുതുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഷേപ്പൊന്നും മാറിപ്പോവാതെ കുട്ടികൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു 2 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ എഴുതിയേക്കുന്നത് ഇറേസായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്ത് എഴുതാൻ പറ്റും കേട്ടോ. ഈ ബുക്കിന് 10 ദിർഹംസിന് താഴെയാണ് വരുന്നത്. ഷീനിൽ ഇതുപോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള. അടുത്തത് വരുന്നത് സിമ്പിളായിട്ടുള്ള പസിൽസാണ്. ഇതൊരു 6 കാർഡ്സ് വരുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് പസിൽ സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഇതുപോലെ നമുക്ക് ഇളക്കിയിട്ട് ഓരോന്നോരോന്ന് ഈ കാർഡിൽ തന്നെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ പസിലിന് എനിക്ക് 5 ദിർഹംസ് അതുപോലെ തന്നെ 6 ദിർഹംസ് ആയിട്ട് ആയിട്ടുള്ളൂ കേട്ടോ വാങ്ങിയപ്പോൾ. ഷീനിൽ ഇതുപോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ള ഗെയിംസും ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫർ വരുന്ന സമയത്ത് വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റും. അടുത്ത് വരുന്ന ഈ ഒരു സ്കെച്ച് പെൻസ് ആണ്. ഇതൊരു 8 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് 4 ദിർഹംസിനാണ് കിട്ടിയത്. ഈ ഒരു ഐറ്റം കുട്ടികൾക്ക് വേഗം തന്നെ സ്പെല്ലിങ് പഠിക്കാനും അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ഇതിലൊരു 32 കാർഡ്സ് വരുന്നുണ്ട്. അതിലിങ്ങനെ ഓരോ ഐറ്റത്തിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇപ്പോൾ വായിക്കാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ വായിക്കാൻ ശ്രമിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പെല്ലിങ് നമുക്ക് കറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ സ്ക്വയേഴ്സിൽ സ്മോൾ ലെറ്ററാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ ലെറ്റേഴ്സും നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്പെല്ലിങ് നോക്കി നമുക്ക് കറക്റ്റ് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ കുട്ടിക്ക്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫാൻ, ഇതിൽ പിക്ചറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൽ ആ സ്പെല്ലിങ് നമുക്ക് വായിപ്പിക്കാൻ പറ്റും കേട്ടോ, ഓരോ ലെറ്റേഴ്സായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഇപ്പോൾ ഫാനിൽ FAN, അപ്പോൾ എഫ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, AN. അപ്പോൾ ഓരോന്ന് കുട്ടികൾക്ക് ഓരോ ലെറ്റേഴ്സും ഇതാണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ.
ഒരു ഫണ്ണി ഗെയിമായിട്ട് നമുക്ക് വേഗം ഇത് ചെയ്യിപ്പിക്കും. നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്യുന്ന ഇതിൽ ടൈം സെറ്റ് ചെയ്യുന്നതും കൂടെ ഉണ്ടായിരുന്നു. ഞാനത് വാങ്ങിയില്ല കേട്ടോ. അതിലൊരു ബെല്ല് നമുക്ക് കിട്ടും. നമുക്കൊരു ടൈം സെറ്റ് ചെയ്തിട്ട് ബെല്ല് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഗെയിം ഫിനിഷ് ആക്കാൻ വേണ്ടി കുട്ടികളപ്പോൾ വേഗം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കുട്ടി ചെറുതായതുകൊണ്ട് തന്നെ അതിന് ലെറ്റേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനങ്ങനെ ബെല്ലൊന്നും വാങ്ങിയിട്ടില്ല. ഇതെനിക്ക് 20 ദിർഹംസിന് താഴെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അടുത്തത് ഈ ഒരു ബുക്കാണ് കേട്ടോ, ബിസി ബുക്ക് എന്ന് പറയുന്ന. ഇതിൻ്റെ അകത്ത് ഓരോ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ അതിൻ്റെ നെയിംസും കൊടുത്തിട്ടുണ്ട്. പിന്നെ പിക്ചർ ഇല്ലാത്തതിൽ കുറച്ച് ഷേപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഷേപ്പ് വെച്ച്, ഇപ്പോൾ വായിക്കാൻ അറിയാത്ത കുട്ടിയാണെങ്കിൽ ഷേപ്പ് വെച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതിലിങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനും വെജിറ്റബിൾസിൻ്റെ സെക്ഷനും ഒക്കെ കുട്ടികൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഏതാണ് അപ്പോൾ ഫ്രൂട്ട് ഏതാണ് വെജിറ്റബിൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒത്തിരി പിക്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ഷേപ്സ് നോക്കി നമുക്ക് എടുത്ത് വെക്കാനുള്ളതാണ്. ഇപ്പോൾ മങ്കി, ലയൺ, ഇത് നമുക്ക് ഓരോ ഷേപ്പുകൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കുട്ടികൾക്ക് ഏതൊക്കെ ആനിമൽസ് ആണെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇത് ഓരോന്നും നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു 3D എഫക്റ്റ് കിട്ടും. നോർമലായിട്ടുള്ള പിക്ചർ കാണുന്നേക്കാളും ഒരു 3D എഫക്റ്റ് ഇതിലൂടെ കിട്ടും കേട്ടോ. ഇങ്ങനെ ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ലെറ്റേഴ്സ് ആയാലും നമ്പേഴ്സ് ആയാലും ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ഗെയിംസൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ ചെയ്യാനൊക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം. ഇതിങ്ങനെ ഓരോ കളേഴ്സിലും എടുത്ത് വെക്കാനാണ് പറയുന്നത്. അപ്പോൾ ഓരോ ആ ഒരു കളർ നോക്കി കുട്ടികൾക്ക് വേഗം എടുത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ കളറും കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ബുക്ക് എനിക്ക് 10 ദിർഹംസിന് താഴെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഷീനിൽ ഇതുപോലത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. കുട്ടികൾക്ക് ഫണ്ണിയായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, ഇപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ പഠിക്കാനായിട്ട്. എനിക്കിത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഷീനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.